ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യദിന ചോദ്യോത്തരങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 60-ലധികം ചോദ്യോത്തരങ്ങളാണ് നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല, ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ ആഡ് ആക്കിയിട്ടുണ്ട്. അതിന് ശരിയായ ഉത്തരം താഴെ കമൻറ്റായിട്ട് എഴുതാൻ മറക്കല്ലേ. ഒപ്പം നിങ്ങളുടെ പേര് കൂടി ഉൾപ്പെടുത്തുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര്? അതിന്റെ ശരിയായ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. ശരിയുത്തരം എഴുതിയ കൂട്ടുകാരുടെ പേരുകൾ നമുക്ക് നോക്കാം. നിവേദ്യ, ജന്നത്ത് മറിയം, കൃഷ്ണദാസ്, നിമ, വൈഗ ആർ, ശിവാനി, മുഹമ്മദ് റിസിൽ, ഷിയ ഷിമോദ്, ഫാത്തിമ ഷംല, സിദ്ധിനാഥ്, അമല, ദേവികൃഷ്ണ, അനിക, മിജ്വൽ, ഹംദ, ദുർഗ ലക്ഷ്മി, ലനാര, മുഹമ്മദ് അഫ്തഹ്, അംന, ശ്യാമിലി എസ്, ലച്ചു, സായ് കൃഷ്ണ, ആര്യദേവ്, അദിതി, അഫിദ, ആരാധ്യ, അപ്സര, ഷെഫാനിയ, മുഹമ്മദ് ദിൽഷാദ്, ഘനശ്യാം, അർജുൻ സി കെ, ഫാത്തിമ അജ്വ, സൻവിയ, ലില്ലി, ആൻ മരിയ, ലയാൻ ടി പി, അഞ്ജനയ, സെൽവ എ സി, അമല, അധികേഷ് ജി, ഉസാമ, ദക്ഷിണ ലിജിത്ത്, ഇവാൻ കെ പ്രിൻസ്, ഹരിശങ്കർ കെ വി, നിഫ്ല തസ്നീം കെ, ഹന്ന ഫാത്തിമ വി ടി, മുഹമ്മദ് മെഹാസ് ഷാഹിൻ, അനന്തകൃഷ്ണൻ ആചാരി, ഫാത്തിമ ഷംല, സൈഹാൻ, നിഹാര, ആദ്യ, ഷിക പ്രസാദ്, ഷെഹ്സ, ആദർവ് കൃഷ്ണ, ശിവദർശ്, ആരാധ്യ സി, തനു, തനിഹ, മൻഹ, ഇഷ ടി ഇ. ഇത്രയും കൂട്ടുകാരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ വിജയികൾ. ഇനി നമുക്ക് ചോദ്യങ്ങളിലോട്ട് കടക്കാം. ഇതിലേക്ക് കടൽ മാർഗം കണ്ടെത്തിയ യൂറോപ്യൻ ആര്? ഉത്തരം വാസ്കോഡി ഗാമ. കേരളത്തിൽ ആദ്യം എത്തിയ ഇംഗ്ലീഷുകാരൻ ആര്? ഉത്തരം മാസ്റ്റർ റാൽഫിച്ച്. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ആര്? ഉത്തരം മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആര്? ഉത്തരം കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആര്? ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു. സതി നിർത്തലാക്കിയ വർഷം ഏത്? ഉത്തരം 1829. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ ടെലഗ്രാഫ് നടപ്പിലാക്കിയത് ആരുടെ കാലഘട്ടത്താണ്? ഉത്തരം ഡൽഹൌസി പ്രഭുവിൻ്റെ കാലഘട്ടത്ത്. ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയി ആര്? ഉത്തരം കാനിങ് പ്രഭു. ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ? ഉത്തരം എ ഒ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? ഉത്തരം WC ബാനർജി. കോൺഗ്രസ് എന്ന പേര് സംഘടനയ്ക്ക് നൽകിയത് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. കോൺഗ്രസിലെ ആദ്യ മലയാളി ആര്? ഉത്തരം ചേറൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വനിത ആര്? ഉത്തരം ആനി ബസന്റ്. INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആര്? ഉത്തരം സരോജിനി നായിഡു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു INC പ്രസിഡന്റ്? ഉത്തരം JB കൃപലാനി. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? ഉത്തരം കൈസൺ പ്രഭു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കുരുതിക്ക് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ജനറൽ ഡയർ. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ലാലാ ലജ്പത് റായ്. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത നേതാവ് ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ബർദോളി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ആര്? ഉത്തരം ഗാന്ധിജി. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്?
ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ആര്യസമാജം സ്ഥാപിച്ചത് ആര്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം നെഹ്റു. ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് ആര്? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ പിതാവ് ആര്? ഉത്തരം കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മാതാവ് ആര്? ഉത്തരം പുതലിബായ്. ഗാന്ധിജിയുടെ പത്നി ആര്? ഉത്തരം കസ്തൂർബ ഗാന്ധി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ശ്രീരാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ ആര്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. വാഗൺ ട്രാജഡി നടന്നത് എന്ന്? വാഗൺ ട്രാജഡി നടന്നത് ഉത്തരം 1920 നവംബർ 10. ഗാന്ധിജി ഉപ്പു നിയമലംഘനം നടത്തിയത് എന്ന്? 1930 ഏപ്രിൽ 6. സംസ്ഥാനത്തിൻ്റെ ഭരണതലവൻ ആര്? ഉത്തരം ഗവർണർ. ലേബർ കക്ഷിയുടെ തലവൻ ആര്? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് എവിടെ വെച്ച്? ഉത്തരം മുംബൈ. ഇടക്കാല ഗവൺമെന്റ് രൂപീകൃതമായത് ആരുടെ നേതൃത്വത്തിൽ? ഉത്തരം നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ നായകൻ ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. അൽ ഹിലാൽ എന്ന പത്രം ആരുടേത്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? ഉത്തരം സി രാജഗോപാലാചാരി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആര്? ഉത്തരം ഗാന്ധിജി. വാസ്കോ ഡി ഗാമ ഇന്ത്യയിലെത്തിയത് എപ്പോൾ? ഉത്തരം 1498. വാസ്കോ ഡി ഗാമ കപ്പലിറങ്ങിയത് എവിടെ? ഉത്തരം കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്. ഇന്ത്യയിൽ പോർച്ചുഗീസ് ബന്ധം ശക്തിപ്പെടുത്തിയത് ആര്? ഉത്തരം അൽബുക്കർക്ക്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് എപ്പോൾ? ഉത്തരം 1602. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് എപ്പോൾ? ഉത്തരം 1664. ഇംഗ്ലീഷുകാർ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത് എവിടെ? ഉത്തരം മസൂലിപട്ടണം. വാസ്കോ ഡി ഗാമ ഇന്ത്യയിൽ രണ്ടാമത് എത്തിയത് എപ്പോൾ? ഉത്തരം 1501. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി കോട്ട നിർമ്മിച്ചത് എവിടെ? ഉത്തരം കൊച്ചി. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പ്രചരിപ്പിച്ച കാർഷിക വിള ഏത്? ഉത്തരം പുകയില. ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം എവിടെ?
ഉത്തരം ഗോവ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ നേതൃത്വം നൽകിയത്? ഉത്തരം കോൾബർട്ട്. ബ്ലാക്ക് ഹോൾ ട്രാജഡി നടന്നതെവിടെ? ഉത്തരം കൽക്കത്ത. കൂട്ടുകാരെ, നിങ്ങൾക്കുള്ള ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഒപ്പം നിങ്ങളുടെ പേര് കൂടി ഉൾപ്പെടുത്താൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നാം വിജയികളുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നതാണ്. താങ്ക്